എല്ലാവർക്കും നമസ്കാരം. ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മുടെ കൂടെ ഇന്ന് എത്തിയിരിക്കുന്നത് വിശിഷ്ട വ്യക്തികളായിട്ടുള്ള ഷൈൻ ടോം ചാക്ക, മെറീനോ. ചേട്ടാ, എനിക്കൊരു സംശയമുണ്ട്. ഷൈന്റെ ഈ പ്രവൃത്തിയോട് ചേട്ടൻ എന്താണ് തോന്നുന്നത്? ഒരു പിടി മണൽ വാരി അവന്റെ മർമ്മസ്ഥാനത്തിട്ട് എന്നിട്ട് അതിന് കേറി നിന്ന് ഉപ്പിട്ടി വെച്ചിട്ട് ഇങ്ങനെയാണ് എനിക്ക് ചില സമയത്ത് ദേഷ്യം വരും, ചില സമയത്ത് നല്ല ഇഷ്ടം തോന്നും. എനിക്ക് നല്ല ദേഷ്യം വരുന്നു. സ്വാഭാവികം. അപ്പൊ അത് നല്ല ദേഷ്യം വരുമ്പോ എന്താ ചെയ്യാ നമ്മള്? ഇടി തരും, അടി തരും. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? പറയടാ. നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ? തല്ലടാ, തല്ലടാ. ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടാ, നിങ്ങളോട് നിങ്ങൾ മോശമായി സംസാരിച്ചാ പിന്നെ നിങ്ങൾക്ക് എന്തിനാ എന്നോട് ദേഷ്യം വന്നു? ഒരു ഉദാഹരണം പറഞ്ഞല്ലേ? ഉദാഹരണം ഞാൻ മാറ്റിൽ പോയിടാ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ചിത്രം ഗസ്റ്റ് റോൾ ചെയ്യാനായി തെരഞ്ഞെടുത്തത്? ഈ സിനിമ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. കമൽ സാർ, അതായത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ പടം കണ്ട് ഇഷ്ടപ്പെട്ടു കഥകൾ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇവരൊന്നും അങ്ങനെ ശക്തമായിട്ട് പ്രതികരിക്കാത്ത എന്താണ്? സീനിയർ ആയ ഡയറക്ടർ ആയതുകൊണ്ടും നമ്മൾക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ടാണ്. ഞങ്ങളൊക്കെ മെയിൽ ആക്ടർ ആണെങ്കിൽ ഉറപ്പായിട്ടും പ്രതികരിക്കും. പെൺകുട്ടികൾ പ്രതികരിക്കാൻ പാടില്ല. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ തുടങ്ങാണ്. പലതും നമ്മൾ സഫർ ചെയ്യുന്നുണ്ട് അല്ലെ, സിനിമയ്ക്ക് വേണ്ടി, ആ സിനിമ നന്നാകാൻ വേണ്ടി അല്ലെ. അങ്ങനെ ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ട് അല്ലെ, ജീവിതത്തിലോ സിനിമയിലൊക്കെ ഒത്തിരി സഫർ ചെയ്തിട്ടില്ലേ? ഉദ്ദേശം എനിക്ക് മനസ്സിലായി. മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. റെസ്റ്റ് പറഞ്ഞു, കാരണം ശ്വാസം കിട്ടാത്തതുകൊണ്ട് മറ്റേ ഇത് ചെയ്യാൻ പറഞ്ഞു. എന്താണ് പറയുന്നത്? നെബുലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പ്രൊഡ്യൂസർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഏതോ ഒരു ഡോക്ടറെ കൂട്ടി വന്ന് ഐസിയുടെ ചാർജ് എഴുതി മേടിച്ചിട്ട് വർക്ക് ചെയ്യിപ്പിച്ചതിനെ കൊണ്ട് സെയിം എക്സ്പീരിയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഞാൻ പേയ്മെന്റ് ചോദിച്ചതിന് ശേഷമാണ്. ഞാൻ വന്നൊരു 6-7 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റത്തെ എന്റെ ഷെഡ്യൂളിലെ പേയ്മെന്റ് ചോദിച്ചു. കാരണം ഞാൻ എന്റെ ഹെൽത്തും കൂടെ സാക്രിഫൈസ് ചെയ്തിരുന്ന വർക്കാണ്. ഇതൊരു മെയിൽ ആക്ടർ ആണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ പ്രശാന്ത് ആണ് അവിടെ ഇഷ്യൂ ഉണ്ടാക്കുന്നത് വെച്ചാൽ അവർ ഇരുന്ന് സംസാരിക്കും. പ്രശാന്ത് അത് മെയിൽ ആക്ടേഴ്സ് അറിയില്ല, അത് ഒരു വ്യക്തികൾക്കുള്ള വ്യത്യാസമുള്ളൂ. ആണ് എന്നുള്ള വ്യത്യാസം കൊണ്ടല്ല അത്. ഇത് വലിയ കുരിശായല്ലോ. മമ്മൂക്കയും മോഹൻലാലും എന്തുകൊണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ സഹിച്ചിട്ടുള്ളതും സഹകരിച്ചിട്ടുള്ളതും. അപ്പൊ സഹകരിക്കുന്ന ആരാ? മെയിലല്ലേ? മെയിൽ എങ്ങനെ സഹകരിക്കുന്നു? പ്രതികരിച്ചവര് വീട്ടിലിരുന്നില്ലേ? അപ്പൊ പ്രതികരിക്കാതെ സഹകരിച്ചവരായിരിക്കുമല്ലോ. അതല്ല ഉദ്ദേശം. അവിടെ ആർട്ടിസ്റ്റുകൾ, 2 മെയിൽ ആർട്ടിസ്റ്റുകൾ തന്നെ. അവർക്ക് ക്യാരവാൻ ഉണ്ട്. എനിക്കൊരു റൂം തന്നു. എന്തുകൊണ്ട് അവര് താൻ മെയിൽ ആക്ടർ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്? ആ വ്യക്തികളല്ലേ? അതുപോലെ ചെയ്തിട്ടുണ്ടോ? എന്റെ രാമൻകുട്ടി, ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചതാ, ചോറിട്ടെ അപ്പൊ ബാക്കി ചെയ്യുന്ന ആളുകൾ എനിക്ക് എന്റെ കുട്ട എവിടുന്നൊക്കെ അടി വരുന്നു, ഓടിക്കോടാ. ആ വ്യക്തികളെ കുറിച്ച് പറഞ്ഞോ? മെയിൻ പറഞ്ഞു ഞാൻ പറ്റില്ലേ? സ്ത്രീ എന്ന് പറഞ്ഞു പറഞ്ഞില്ലേ? താഴ്ത്തുന്ന എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കയറലാണ്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. ഞാൻ എപ്പോഴും സ്ത്രീകൾ കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? കുറ്റം പറയണ്ട. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. ഞാൻ പോകുന്നു. ബൈ ബൈ.